MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം പ്രിയങ്ക ഗാന്ധി ആദ്യമായി വയനാട് മണ്ഡലത്തിലെത്തി. വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ച വയനാട്ടിലെ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കാനാണ് പ്രിയങ്കയും ഒപ്പം രാഹുൽ ഗാന്ധിയും മണ്ഡലത്തിലെത്തിയത്. കോഴിക്കോട് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ നടന്ന ആദ്യ പൊതുസമ്മേളനത്തിലെ ഇരുവരുടെയും പ്രസംഗം വൈകാരികമായിരുന്നു. രണ്ട് ദിവസത്തെ പര്യടനത്തിനായാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വയനാട് മണ്ഡലത്തിൽ എത്തിയത്. കോഴിക്കോട് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ മുക്കത്തായിരുന്നു ആദ്യ പൊതുസമ്മേളനം. വൻ ഭൂരിപക്ഷത്തോടെ UDFനെ വിജയിപ്പിച്ച വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കാൻ എത്തിയ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വളരെ വൈകാരികമായാണ് പ്രസംഗിച്ചത്. വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അവസാനം വരെ പാർലമെന്റിൽ ശബ്ദമുയർത്തുമെന്നും വയനാട്ടുകാരുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും മനസ്സിലാക്കുന്നതായി അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്നും പറഞ്ഞ പ്രിയങ്ക ഗാന്ധി ഏതു സമയവും തന്റെ വീടിന്റെയും ഓഫീസിന്റെയും വാതിൽ വയനാട്ടുകാർക്കായി തുറന്നിടുമെന്നും ജനങ്ങൾക്ക് ഉറപ്പു നൽകി. കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിച്ച പ്രിയങ്ക BJPയുടെ പെരുമാറ്റത്തിൽ ജനാധിപത്യ മര്യാദയില്ലെന്നും വിമർശിച്ചു. It is your voice that I will raise. It is your problems that I will try to resolve. It is your beliefs, your values, your hopes and your aspirations that I will stand for each and every day from now until the end. And the behavior of the ruling party, the behavior of the BJP, മുണ്ടക്കൈ ചുഴൽമല ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രസംഗം ആരംഭിച്ചത്. വയനാടിന് അർഹതപ്പെട്ട സഹായം നൽകാത്ത പ്രധാനമന്ത്രി അദാനിക്കാണ് കൂടുതൽ പരിഗണന നൽകുന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. വയനാടിന്റെ ഔദ്യോഗിക പ്രതിനിധിയായി ലോക്സഭയിൽ തന്റെ സഹോദരിയും അനൌദ്യോഗിക പ്രതിനിധിയായി താനുമുണ്ടെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിക്ക് ചില ഉപദേശങ്ങളും നൽകി. മുണ്ടക്കൈ ചുഴൽമല ദുരന്തത്തിൽ കുടുംബത്തിലെ 11 അംഗങ്ങളെ നഷ്ടപ്പെട്ട നൌഫലിന്റെ കഫേ ജൂലൈ 30 എന്ന വയനാട്ടിലെ കഫേയെക്കുറിച്ചും രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. Naufal from Mepadi, who lost 11 members of his family on July 30th. Few days back he opened a cafe called July 30th. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, K മുരളീധരൻ, കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോഴിക്കോട്.